കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇതിലും ഭേദം ആ ഡിക്ക് എന്നെ കൊല്ലുന്നതായിരുന്നു. അന്നേ അയാൾ സാറിനോട് പറഞ്ഞതല്ലേ സാറേ മുട്ടിന്റെ ചിരട്ട തല്ലി പൊട്ടിക്കൊന്ന്. ഇവനെ വിളിച്ചോണ്ട് പോ. കഷ്ടം, 2 ചിരട്ട അയാൾ തല്ലി പൊട്ടിച്ചു കളഞ്ഞു. 2 അല്ലടാ 4. 4? കയ്യിലെ മുട്ടിയിരട്ടയും തല്ലി പൊട്ടിച്ചില്ലേ? ഇവിടുന്ന് ഈ അടുത്ത സമയം ഒന്ന് എണീക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രിയയെ അവൻ കല്യാണം കഴിക്കും, ഉറപ്പാ. ഞാനിതുവരെ ചെയ്തതെല്ലാം പാളിപ്പോയി. സാറിന് ഇതിനേക്കാൾ വലുത് ഏതാണ്ട് വരാനിരുന്നതാ. ഇങ്ങനെ അങ്ങ് പോയെന്ന് വിചാരിച്ചാ മതി. അയ്യോ സാറേ, ഞാനൊരു ഉപമ പറഞ്ഞതാ. പോടാ. എന്തൊക്കെയാ പറയുന്നത്? എന്റെ ജീവിതം ഈ കട്ടിലത്തിന് തീരുമെന്ന് എനിക്ക് തോന്നുന്നു. സാറേ, എന്താടാ? ഞാനൊരു കാര്യം പറയട്ടെ. പറ. സാറിന് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. എന്നതാടാ? പറഞ്ഞു കൊടുക്കണോ? എന്താടാ? സാറേ, ഇവിടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് കാടിറങ്ങി വരുന്ന ഒരു വൈദ്യനുണ്ട്. ഒരു ആദിവാസി വൈദ്യനാ. അയാൾ വിചാരിച്ച 1 മാസം കൊണ്ട് സാറിന്റെ ഈ പൊട്ടിപ്പോയ കാലൊക്കെ ശരിയാക്കി സെറ്റാക്കാൻ പറ്റും. ഒന്ന് പോടാ തടിയ. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാര് പോലും പറയുന്നത് ഇതൊന്ന് സെറ്റാവാൻ 1.5 കൊല്ലം എടുക്കുമെന്ന. എന്റെ സാറേ, സാർ എന്നെ ഒന്ന് വിശ്വസിക്കും. നിന്നെ കാടിറങ്ങി വരുന്ന ആ ആദിവാസി വൈദ്യൻ ചില്ലറക്കാരനൊന്നുമല്ല. 1 മാസം കൊണ്ട് പുഷ്പം പോലെ സാറിനെ അയാൾ ശരിയാക്കി തരും. ഉള്ളതാണോടാ? അതെ സാറേ. ഒന്ന് പരീക്ഷിക്കാൻ സാറ് തയ്യാറാണെങ്കിൽ ഞാൻ അയാളെ വിളിച്ചോണ്ട് വരാം. ഉറപ്പാണല്ലോ അല്ലേ? 1 മാസം കൊണ്ട് അയാൾ ശരിയാക്കി തരുവാടാ? ആ, എന്നാ ഒരു കളിയുടെ കളിച്ച് നോക്കാം. 1 മാസം തികച്ചു വേണ്ട സാറേ, 2 ആഴ്ച. അതിനകം സാറിന്റെ ഈ പൊട്ടിമുറിഞ്ഞു പോയ ചിരട്ടയൊക്കെ അയാൾ ഒരുമിച്ച് ചേർത്ത് സെറ്റപ്പ് ആക്കി തരും. എങ്കിൽ പിന്നെ നീ അയാളെ വിളി. എത്രയും വേഗം എനിക്ക് ഇവിടുന്ന് പുറത്തിറങ്ങണം. അവളുടെ കല്യാണത്തിന് മുൻപ് എനിക്ക് പുറത്തിറങ്ങിയേ പറ്റൂ. നീ അയാളെ വിളി. ഞാൻ ഏറ്റു സാറേ. നാളെ തന്നെ അയാൾ ഇവിടെ എത്തും. ഞാൻ എത്തിച്ചിരിക്കും സാറേ. ഞങ്ങൾ അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഇപ്പൊ തന്നെ ഉണ്ടാക്കാം സാറേ. താനിങ്ങോട്ട് വന്നേ. വാ. ഓ ദൈവമേ. തലവേദനിക്കുന്നു. എന്താ എന്താ ഇവിടെ? വാട്ട് ഈസ് ദ മാറ്റർ മൈ ഡിയർ സൺ? നീ എന്തിനാ അവളെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? എടാ, അവക്ക് വയ്യാതിരിക്കുവല്ലേ? അതിന് ഞാൻ മുടി കെട്ടി കൊടുക്കുമല്ലേ? നീ എന്തിനാ അവളെ ഇങ്ങനെ വഴക്ക് പറയുന്നത്? അമ്മ ഇത് കണ്ടില്ലേ അമ്മേ? എന്റെ മുടി ഒന്ന് ഞാൻ പിന്നെ കേട്ടാൻ പറഞ്ഞതാ. നീ നോക്കി കെട്ടി വെച്ചിരിക്കുന്നേ ഒരുമാതിരി കുഴച്ചു വെച്ചിരിക്കുക, പൊറോട്ട മാവ് പോലെ. ഇവൻ കെട്ടിയതാ? അല്ലടാ, ഇവൻ കെട്ടിയതാ. എടാ, അറിയാൻ മേലത്തെ പണിക്ക് പോരുത്, മനസ്സിലായോ? ഭാര്യയുടെ മുടി ഭർത്താവ് കെട്ടിക്കൊടുക്കുന്നത് ഒരു നല്ല കാര്യം തന്നെയാ. പക്ഷെ അത് നീ പഠിക്കണം. ഞാൻ കാണിച്ചു തരാം. അമ്മ കെട്ടണ്ട, പറഞ്ഞാ മതി, ഞാൻ കെട്ടിക്കോളാം. എടാ, ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റത്തില്ല. അമ്മ കാണിച്ചു തരാം. അമ്മ പറഞ്ഞാ മതി, ഞാൻ കെട്ടിക്കോളാം. എടാ, നീ നേരിട്ട് മാറിക്കേ, ഞാൻ കെട്ടിക്കൊടുക്കാം. നീ മാറ്. അതെ, നിർത്തി നിർത്തി നിർത്തി. അമ്മ ഒന്ന് കെട്ടിക്കേ. എന്റെ ഒരു കാര്യം. എടാ, ഇങ്ങനെയാണോ അവിടെ മുടി കെട്ടി വെക്കുന്നേ? ആ ചീപ്പ് ഇങ്ങോട്ട് എടുത്തേ. അതല്ല, മറ്റേ ചീപ്പ്. ആ, നോക്കിപ്പൊടി എങ്ങനെ മുടി കെട്ടുന്നതെന്ന്. അമ്മേ, എന്നെ മോളെ എന്നെ കണ്ണുരുട്ടി കാണിക്കുന്നുണ്ട് കേട്ടോ. അച്ഛൻ വിളിക്കുന്നു. നിന്റെ ഫാദറിലെ അല്ലേ യു സ്പീക്കിംഗ്?
ഹലോ അങ്കിളെ. മോനെ, ജ്യോതിമോൾക്ക് സുഖമല്ലേ? വേദനയൊക്കെ കുറവുണ്ടല്ലോ അല്ലേ? അങ്കിളെ, അവൾക്ക് ഒരു കുഴപ്പമില്ല. ഇതാ ഇവിടെ പാട്ടൊക്കെ കേട്ട് നല്ല ഭംഗിയായിട്ട് ആസ്വദിച്ചിരിക്കുക. പാട്ട് കേൾക്കുന്നാ? അച്ഛാ, ഏട്ടൻ വെറുതെ പറയാണേ, ഞാനിവിടെ പാട്ടൊന്നും കേൾക്കുന്നില്ല. അല്ലെങ്കിലേ ഈയിടെയായിട്ട് ഇവൾക്ക് ഭയങ്കര അഹങ്കാരം കൂടിയിട്ടുണ്ട്. അയ്യോ, ചില കാര്യങ്ങൾക്ക് കള്ളം പറയുകയും ചെയ്യും. അയ്യോ, ഇവിടെ പാട്ടും കേട്ടങ്ങനെ സുഖിച്ചങ്ങിരിക്കുക. എന്നിട്ട് ആ അമ്മയെ കൊണ്ട് മുടി കെട്ടിക്കുക. മോനെ, ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി അങ്ങോട്ട് വിളിച്ചത്. കല്യാണത്തിന് ഇനി 1 മാസമല്ലേ ഉള്ളൂ. കത്തടിക്കുകയും ക്ഷണിക്കുകയും ഒക്കെ വേണം. കാര്യമൊന്നും ആലോചിക്കാനാ. അതൊക്കെ അങ്കിളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. പിന്നെ എല്ലാ കാര്യത്തിലും ജയപ്രകാശിന്റെ കുടുംബമായിട്ടൊന്ന് ആലോചിക്കണം. അതുമാത്രം ചെയ്താൽ മതി. ഓ, ശരി മോനെ. അപ്പൊ എല്ലാവരുമായിട്ടൊന്ന് ആലോചിച്ചിട്ട് നാളെ വിളിക്കാം. ശരി അങ്കിളെ. ശരി, ഓക്കെ. ഓക്കേ. നോക്കണേ എങ്ങനെയുണ്ടെന്ന്. ആ, കണ്ട. ഇങ്ങനെയാണോ മുടി കെട്ടി വെക്കുന്നത്? ഇതാണോ അമ്മയുടെ വലിയ സ്റ്റൈൽ? ഇതിനെന്താ കുഴപ്പം? ഇതൊട്ടും കൊള്ളില്ല. എന്നാ പെണ്ണേ, നീ തന്നെ അങ്ങോട്ട് കെട്ടിവെക്ക്. കേട്ടാ? അത് ശരി. ആ, ഞാൻ കട്ടപ്പെട്ട് കെട്ടിവെച്ചതും പോരാ, നീ അവൻ കെട്ടിക്കോളാം. ആ ശരി, അവൻ തന്നെ അങ്ങോട്ട് കെട്ടട്ടെ. അങ്ങോട്ട് കേടാ. അവന്റെ ഭാര്യയുടെ മുടി കെട്ടിവെച്ചതും പോരാ, അതിന്റെ ഒരു കുറ്റവും. നീ തന്നെ കെട്ടിക്കൊടുത്തു. അല്ല പിന്നെ ഒരു മുടി കെട്ടുകാരൻ. എന്ത് പണിയായിട്ടേ കാണിച്ചേ? അമ്മ പിണങ്ങി പോയ കണ്ടില്ലേ? ആ, ഓക്കോട്ടെ, ഞാൻ കെട്ടിത്തരാം. നീ അങ്ങോട്ട് നീങ്ങിരുന്നേ. അവിടെ നിന്ന് കെട്ടിയോണ്ട് ശരിയാവട്ടെ. വേണ്ട 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 വേണ്ട, കെട്ടണ്ട. വേണ്ടെങ്കി വേണ്ട. ഗോകുലേട്ടാ, ഗോകുലേട്ടാ, എന്താ വിളിച്ചിട്ട് വിളിയേക്കാത്തെ? നീ കാര്യം പറ. അതെ, അറിഞ്ഞോ? എന്ത്? അവിനാഷ് ആശുപത്രിയിൽ നിന്ന് സഹായം എങ്ങോട്ടോ പോയിന്ന്. എങ്ങോട്ട് പോയി? ആ, ഇന്നലെ പോയിന്നാ പറഞ്ഞേ. എന്തായാലും ഈ അടുത്ത കാലത്തൊന്നും അവൻ ഇനി എണീറ്റ് നടക്കില്ല. കൈകൊണ്ട് വാരി തിന്നുകയുമില്ല. 2 കൈയും ഡീക്കെ അടിച്ച് ശരിയാക്കി കളഞ്ഞു. അതെ, ഏട്ടൻ മണ്ണാർശാല പോയിട്ടുണ്ടോ? എവിടെ? മണ്ണാർശാല നാഗരാജ ക്ഷേത്രം കേട്ടിട്ടുണ്ടോ? ആ, കേട്ടിട്ടുണ്ട്. ഞാൻ പോയിട്ടില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ 1-2 വീഡിയോസ് കണ്ടിട്ടുണ്ട്. എന്നാലേ നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? എന്തിന്? അതേ, അവിടെ പോയി കളമെഴുത്തും പാട്ടും നടത്തി ഉരുളി കമിഴ്ത്തിയാലേ വേഗം കുട്ടികളുണ്ടാവുന്ന പറയുന്നേ. നിന്നോട് ഇത് ആര് പറഞ്ഞു? ഞാനും സോഷ്യൽ മീഡിയ കണ്ടതാ. അത് ശരി. അപ്പോ സോഷ്യൽ മീഡിയയിലാണോ ഈ കുട്ടികളൊക്കെ ഉണ്ടാവുന്നത്? കളിയാക്കല്ല ഗോകുലേട്ടാ, അനുഭവമുള്ളവര് പറഞ്ഞതാ. നമുക്കൊന്ന് പോയി നോക്കിയാലോ? മണ്ണാറശാല പോയി കളമെഴുത്തും പാട്ടും നടത്തുന്നതിനോ 100 പാലും നടത്തുന്നതിനോ ഞാൻ ഒന്നിനും എതിരല്ല. പക്ഷേ ഈ ഉരുളി കമഴ്ത്തിയാൽ കുട്ടികളുണ്ടാവുമെന്ന് പറയുന്നത് അന്ധവിശ്വാസമല്ലേ? അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഏട്ടാ, ഇത് അന്ധവിശ്വാസമൊന്നല്ല, വിശ്വാസ. ആൾക്കാരുടെ അനുഭവ. നമുക്കൊന്ന് പോവാ ഏട്ടാ, പ്ലീസ്. എന്റെ ഒരു ആഗ്രഹമല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ആയില്യത്തിന് പോയാലോ? വേണമെങ്കിൽ അവരെയും കൂട്ടാം. അത് വേണ്ട, നമുക്ക് മാത്രം പോയാ മതി. ഞാനേ ഇതവരോട് പറഞ്ഞിട്ടില്ല. എടി കുശുംബി, ഇത്രയ്ക്ക് സ്വാർത്ഥത പാടില്ല കേട്ടോ. ശരി, നിന്റെ ആഗ്രഹമല്ലേ, നമുക്ക് പോവാം. മൈ സ്വീറ്റ്, ഐ ലവ് യു. നിനക്കത് എന്ത് പറ്റിയടി? ഭ്രാന്ത് പിടിച്ചോ? ഇന്നെങ്കിലും ഞാൻ പറഞ്ഞൊരു കാര്യം അതുപോലെ സമ്മതിച്ചല്ലോ, അതിന്റെ സന്തോഷ. ഓ, നീ പറഞ്ഞ കാര്യമല്ലാതെ പിന്നെ ആര് പറഞ്ഞ കാര്യമാണ് ഞാൻ കേട്ടിട്ടുള്ളത്? എന്നാലും ഇതാദ്യമായിട്ടാ ഞാൻ പറഞ്ഞൊരു കാര്യം അപ്പൊ തന്നെ സമ്മതിക്കുന്നേ. അപ്പം മണ്ണാറശാല, ഓക്കെ? ഓക്കെ.
ഹായ് മാഡം, ഗുഡ് മോർണിംഗ്. അല്ല മനസ്സിലായില്ല, ആരാ? ഇത് ജ്യോതിക്കുള്ള കുറച്ച് പൂക്കളാണ്. പോവോ? അതാരാ? ഫ്ലവർ ഷോപ്പിൽ വന്ന ഓർഡറാണ്, വാങ്ങിച്ചോളൂ. താങ്ക് യു മാഡം. ആ ഏട്ടതെ ഓഫ്, നല്ല വേദനയുണ്ടല്ലേ? സാരമില്ല ഏട്ടാ. ഏട്ടനിങ്ങനെ അടുത്തിരിക്കുമ്പോ എനിക്കൊരു വേദനയും തോന്നുന്നില്ല. എല്ലാ ഭാര്യമാരുടെയും ആഗ്രഹം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഭർത്താവ് എപ്പോഴും അടുത്തുണ്ടാവണം, അവരോട് കിന്നാരം പറയാനും തമാശ പറയാനും എപ്പോഴും ഒപ്പം കൂടണം. അവർ പറയുന്നതിനനുസരിച്ച് ചിരിക്കണം, അവർ പറയുന്നതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. ശരിക്കും ഒരു പാവയെ പോലെ. അതാ ഭർത്താക്കന്മാരുടെ ജീവിതം അല്ലേ? എനിക്കങ്ങനെ പാവയായിട്ട് കൊണ്ടു നടക്കാനൊന്നും ഒരു ആഗ്രഹവുമില്ല. അല്ലെങ്കിൽ തന്നെ ഈ ഹിറ്റ്ലറിന്റെ പാവയെ ആർക്ക് വേണം? ഇതെന്താ അമ്മേ ബൊക്കെയൊക്കെ ആയിട്ട്? ദിസ് ഈസ് ഫോർ യു. നിനക്കുള്ള പൂക്കളാ ഇത്. എനിക്കോ? ആ എനിക്കാരാ ഈ പൂക്കളൊക്കെ കൊടുത്തയച്ചേ? ഐ ഡോണ്ട് നോ. ഒരു പയ്യൻ കൊണ്ട് തന്നിട്ട് പോയതാ. ഏതോ ഫ്ലവർ ഷോപ്പിലെ ഓർഡർ ആണെന്ന് പറഞ്ഞു. ഫ്ലവർ ഷോപ്പിലെ ഓർഡറോ? നോക്കട്ടെ. ദാ നോക്കട്ടെ, ഒരു മിനിറ്റ്. ഇതെന്താ? ഏ ആരാ ഇത് കൊണ്ടുവന്നേ? ഒരു പയ്യൻ കൊണ്ട് തന്നിട്ട് പോയതാ. ഒരു പക്ഷേ ഇവിടെ സംഭവിച്ച ദുരന്തം അറിഞ്ഞിട്ടുള്ള സന്തോഷം കൊണ്ടായിരിക്കും അയാളിത് കൊടുത്തയച്ചത്. അപ്പോ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവൻ അറിയുന്നുണ്ടല്ലേ? അതെ അമ്മേ, അയാൾ നമ്മുടെ പിന്നാലെ തന്നെയുണ്ട്. ഇപ്പൊ വെളിച്ചത്ത് വരുന്നില്ല എന്നേ ഉള്ളൂ. ഇരുളിൽ നിന്ന് അയാൾ കളിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളുമായി അയാൾക്ക് ബന്ധമുണ്ട്. ജ്യോതിക്ക് അപകടം പറ്റിയത് അറിഞ്ഞിട്ടാണോ അവൻ ഈ പൂക്കൾ കൊടുത്തു വിട്ടത്? മോനെ, ഡാ. അയ്യോ, അവന്റെ ഒരു പൂക്കൾ. അമ്മ, ആരെങ്കിലും എന്തെങ്കിലും തന്നെന്ന് വെച്ച് അതൊന്നും വാങ്ങാൻ നിൽക്കരുത്. അയ്യോ. ഏട്ടാ, അതെന്ത് ചെയ്തു? കളഞ്ഞോ? എന്തിനാ അവനത് കൊടുത്തയച്ചെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഹലോ മിസ്റ്റർ DK, മനസ്സിലായില്ലല്ലേ? വിഘ്നേശ്വർ, MB വിഘ്നേശ്വർ. ഞാൻ കൊടുത്തയച്ച ഫ്ലവേഴ്സ് കിട്ടി കാണുമല്ലോ അല്ലേ? താൻ എന്തിനാടോ എനിക്ക് ബൊക്കെ കൊടുത്തയച്ചിരിക്കുന്നത്? അയ്യോ, അത് നിങ്ങൾക്കല്ല, നിങ്ങളുടെ ഭാര്യയ്ക്കാണ്. വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു വന്നതല്ലേ, അതിന്റെ ഒരു സന്തോഷത്തിന് കൊടുത്തയച്ചതാണ്. എനിക്ക് വേണമെങ്കിൽ അതിനകത്തൊരു ബോംബ് വെച്ച് നിങ്ങളെ കൊല്ലാമായിരുന്നു.
പക്ഷെ എനിക്ക് വേണ്ടത് അതല്ല. ഞാൻ വേദനിച്ചതുപോലെ നീയും വേദനിക്കണം. എന്റെ അമ്മ നെഞ്ചുപൊട്ടി മരിച്ചതുപോലെ നിന്റെ അമ്മയും നെഞ്ചുപൊട്ടി മരിക്കണം. കളിച്ച് കളിച്ച് വീട്ടിലോട്ട് കയറി കളിച്ചാണ്ടല്ലോ. നീ എത്ര വലിയ MP ആയാലും നിന്നെ ഞാൻ വിടില്ല. ഓർത്തോ നീ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വാടാ. നമ്മൾ തമ്മിൽ നേരിട്ട് കയറാൻ സമയമായിട്ടില്ല DK. ഒരു ദിവസം നിന്റെ തകർച്ചയുടെ ആഘാതത്തിൽ അമരാവതി ആടി പോലെ അന്നെന്ത് ചെയ്യണമെന്നറിയാതെ, ആരോട് സഹായം ചോദിക്കണമെന്നറിയാതെ ശൂന്യതയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഞാൻ വരും നിന്റെ മുൻപിലേക്ക്. നിന്റെ തകർച്ച കണ്ട് ആസ്വദിക്കാൻ ഈ MP വിഘ്നേശ്വർ വരും. ഏട്ടാ, അയാൾ എന്താ പറഞ്ഞേ? എന്റെയും അമരാവതിയുടെയും തകർച്ച കാണാൻ അയാളെ നേരിട്ട് വരുന്നുണ്ടെന്ന്. അവനാരാ നിന്നെ ഭീഷണിപ്പെടുത്താൻ? തീയിൽ കുറിച്ചത് വെയിലത്ത് വാടില്ലെന്ന് നിനക്ക് അവരോട് പറഞ്ഞുകൂടായിരുന്നോ? യു ആർ മൈ സൺ, പത്മാവതി അമ്മ സൺ. ഒരു വിഘ്നേശ്വരനും നിന്നെ ഒരു ചുക്ക് ചെയ്യാൻ കഴിയില്ല. അവൻ വരട്ടെ അമ്മേ. ഇനി ഞാൻ കാത്തിരിക്കുന്നത് ആ ശത്രുവിന് വേണ്ടിയാ. മുന്നിലൊരു ശത്രു ഉണ്ടെന്നുള്ള തിരിച്ചറിവ് ജീവിതത്തിന് പുതിയ ഊർജം നൽകും. എവിടേക്ക് വേണമെങ്കിലും പൊരുതി കയറാനും ജയിക്കാനുമുള്ള ആർജവം കിട്ടും. അമ്മ പേടിക്കണ്ട. MP വിഘ്നേശ്വരൻ എന്നല്ല ഒരു ശക്തിക്കും നമ്മളെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. വാ വൈദ്യരെ. സാറേ, ആരാടാ? ഇതാ ഞാൻ പറഞ്ഞ വൈദ്യര്, ചോലം വൈദ്യര്. വൈദ്യരെ. വേണ്ട വേണ്ട, എഴുന്നേക്കണ്ട. വിചാരിച്ചാലും തൽക്കാലം ഒറ്റയ്ക്ക് അതിന് സാധിക്കില്ല. വൈദ്യരെ, ഇവൻ പറഞ്ഞ വല്ലതും നടക്കുമോ? ഒരു മാസം കൊണ്ടൊക്കെ എന്നെ എണീപ്പിച്ച് നടത്താൻ പറ്റുമോ? എത്രയും പെട്ടെന്ന് ചികിത്സ തുടങ്ങും വൈദ്യരെ. ഇന്ന് ഞാൻ ഒരു ചികിത്സയും നൽകാൻ വന്നതല്ല, പിന്നെ ഒന്ന് കാണാൻ വന്നതാ. എന്തൊക്കെയാ സംഭവിച്ചതെന്ന് അറിയണ്ടേ? അടി നല്ലതുപോലെ കിട്ടിയിട്ടുണ്ടല്ലേ? നല്ലതുപോലെ കിട്ടിയോന്നോ? അടിച്ച് തവിട് പൊടിയാക്കി കളഞ്ഞില്ലേ? ചുമ്മാ ഇല്ലടാ, ചിരട്ട എല്ലാം പൊട്ടിപ്പോയി. മനസ്സിലായി. ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കരുതെന്ന വിചാരത്തിൽ തന്നെ ചെയ്തതാ. ഇത് ചെയ്തവൻ ആരായാലും അവൻ ഭയങ്കര ബുദ്ധിമാൻ തന്നെയാ. അവന്റെ ബുദ്ധി അവിടെ നിൽക്കട്ടെ എന്റെ വൈദ്യരെ. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറ. എനിക്കിവിടെ നിന്ന് എങ്ങനെയല്ലെന്ന് എണീക്കാൻ പറ്റുമോ? ഒരു മാസം അതിനകത്ത് എന്നെ എണീപ്പിച്ച വൈദ്യർക്ക് ഞാനൊരു സമ്മാനം തരും. എനിക്കങ്ങനെ സമ്മാനമൊന്നും വേണ്ട സാറേ. എനിക്ക് വേണ്ട സമ്മാനമൊക്കെ കാർഡ് തരും. ഓ, എന്നാ വേഗം ചികിത്സ തുടങ്ങും വൈദ്യരെ. ഇന്ന് ചികിത്സയില്ല സാറേ, ഇന്ന് വെറും കാഴ്ച മാത്രം. ഇന്ന് പോയി സാറിന് വേണ്ട പച്ചമരുന്നൊക്കെ കാട്ടിന്ന് ശേഖരിച്ച് മറ്റന്നാൾ ഞാൻ വരും. അപ്പൊ നമുക്ക് ചികിത്സ തുടങ്ങാം. ഓ, ഒരു മാസം കൊണ്ട് സാറിന് ഞാൻ ഊർജ്ജസ്വലനാക്കി തരാം. പൊട്ടിപ്പോയ എല്ലാ ചിരട്ടകളും പഴയതിനേക്കാൾ ശക്തമായി കൂട്ടി യോജിപ്പിച്ചു തരാം. നന്ദി വൈദ്യരെ. ഷാജി, വൈദ്യർക്ക് പണം വല്ല അഡ്വാൻസ് വേണേ കൊടുത്തേക്കടാ. കൊടുത്തേക്ക് സാറേ. പണം വേണ്ട സാറേ. വേണ്ടേ? പണം കൊടുത്തു വാങ്ങുന്ന മരുന്നുകളൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. എല്ലാം കാട് തരുന്നതാ. കാട്ടിനുള്ളിൽ എല്ലാം ഉണ്ട് സാറേ, ജീവിക്കാനുള്ളതും കൊല്ലാനുള്ളതും. മറ്റന്നാ ഞാൻ വരുമ്പോഴേക്കും ഈ പ്ലാസ്റ്ററൊക്കെ വെട്ടി മാറ്റി കയ്യും കാലും കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണം. ഓ ശരി. ഓ, ചൂടുവെള്ളത്തിൽ. മനസ്സിലായോ? ആ മനസ്സിലായി വൈദ്യരെ. ആ, പിന്നെ ഇത് വെട്ടിപ്പൊളിച്ചെടുക്കുമ്പോ നല്ല വേദനയുണ്ടാവും. അതൊന്നും കാര്യമാക്കണ്ട.
നേരത്തെ പിടിച്ചു വെച്ചതൊക്കെ പഴയതുപോലെ ഒടിഞ്ഞു പോയെന്നും വരും. 1 മാസം കൊണ്ട് ഒക്കെ നമുക്ക് ശരിയാക്കിയെടുക്കാം. അപ്പൊ ശരി സാറേ, ഞാൻ ഇറങ്ങട്ടെ എന്നാ. ആ, പെട്ടെന്ന് ശരി, വരണേ. വരാം. ആള് മിടുക്കനാ സാറേ, പറഞ്ഞതുപോലെ ചെയ്യും. ആ, വൈദ്യര് പറഞ്ഞ പോലെ ചെയ്താൽ മതിയായിരുന്നു. ഇനി 1 മാസം കൊണ്ട് പ്രിയയുടെ കല്യാണത്തിന്. അതിനു മുൻപ് എനിക്കിവിടുന്ന് എണീക്കണം. കയ്യും കാലും വെച്ച് കെട്ടിട്ടാണെങ്കിലും ഞാൻ ആ മണ്ഡപത്തിലെത്തും. കൊല്ലും ഞാൻ അവളെ. അവസ്ഥയിലാക്കിയവളെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല.